ലോർഡ്. ഇന്ന് പ്രഭാതത്തെ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിശ്ചിത നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തുന്ന ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 91:11. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. 103 സങ്കീർത്തനത്തിന്റെ 20 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി ദൂതന്മാരായുള്ളവരെ. ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് മനുഷ്യന്റെ സേവകാത്മാക്കളായി അവരെ രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ, അവർക്ക് ദൂത് കൈമാറുവാൻ ദൈവം അയക്കുന്നതാണ് ദൂതന്മാർ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26-ാം അധ്യായത്തില് മാതാവിൻ്റെ അടുത്ത് മറിയയുടെ അടുത്ത് ഗബ്രിയേൽ ദൂതനെ ദൈവം അയച്ച് യേശു കർത്താവിൻ്റെ ജനത്തെ പറ്റി പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം മുതൽ അത് ചിന്തിക്കുവാനിടയായി തീർന്നല്ലോ. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിന്ന പാർസി രാജ്യത്തിന്റെ ദേശാധിപതി ബന്ധനത്തെ എതിർത്ത് ജയിച്ച് ദൂത് കൈമാറുവാൻ കർത്താവ് തൻ്റെ ദൂതൻ മീഖായേലിനെ അയച്ചായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സാറാഫുകൾ, കെരുബുകൾ എന്നിങ്ങനെയുള്ള ദൂതസംഘങ്ങളെയും നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ എല്ലാം ഉദ്ദേശം ദൈവം തൻ്റെ ആജ്ഞ അവരോട് കൽപ്പിക്കും. അവർ കടന്നു ചെന്ന് ദൈവമക്കൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി വഴികളെ ഒരുക്കും. അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. എന്നാൽ വാഗ്ദത്തത്തിൻ്റെ നിറവേറ്റൽ നടക്കുന്നത് നമുക്കറിയാം. ദൂതന്മാരെ അവരാരാന്ന് മനസ്സിലാക്കാതെ തന്നെ അവരെ ശുശ്രൂഷിച്ചതിനാൽ ഉടനടി അവർക്കുള്ള നന്മ അവിടെ വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ സോദോമിനെ നശിപ്പിക്കുവാനും ദൈവം ദൂതനെ അയച്ചായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ, ചന്ദ്രകമേശക്ക് അഭേദനഹോമിനെ തീയിലിട്ടപ്പോൾ അവർ തീയിൽ നിന്ന് വെന്തു പോകാതെ, അവർക്കൊരു നാശം സംഭവിക്കാതെ ഒരു പുറത്തു വന്നപ്പോൾ രാജാവ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നെബൂഖദ്നേസർ രാജാവ് അവരെ കണ്ടുകൊണ്ട് പറയുന്നതാണ്, രാജകൽപ്പനയെ മറുത്ത് തങ്ങളുടെ ദൈവത്തിൽ ആശ്രയിച്ച ഈ പുരുഷന്മാരെ വിടുവിച്ച ദൈവം, തൻ്റെ ദൂതനെ അയച്ച് വിടുവിച്ച ദൈവം എന്ന് അവിടെ കാണുവാൻ സാധിക്കുന്നു. 3 പേരെയാണ് തീയിലിട്ടെങ്കിൽ 4-മനായ ദൈവം തൻ്റെ ദൂതനെ അയച്ച് ആ തീയുടെ ബലത്തെ കെടുത്തി തൻ്റെ ജനത്തെ രക്ഷിക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമുക്ക് ദാനിയേൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണുവാൻ സാധിക്കും. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കണതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായെ അടച്ചു കളഞ്ഞു. ദൈവസന്നിധിയിലെ വിശുദ്ധിയോടെ, കൃപയോടെ, അഭിഷേകത്തോടെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി വിശുദ്ധിയോടെ നിന്ന ദൈവദാസന്മാരെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് വിടുവിച്ച അനുഭവങ്ങൾ ദൈവത്തിൽ ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിലെ പത്രോസിനെ തടവിലാക്കുന്ന സമയത്ത് സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് കാരാഗൃഹത്തിൽ നിന്നും പത്രോസിനെ വിടുവിച്ച് 1, 2, 3 കാവലുകളൊക്കെ ഗേറ്റുകളൊക്കെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിലെ പൗലോസ്, ഞാൻ സേവിച്ചു നിൽക്കുന്നതിന് ഉടയനുമായ എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് കഴിഞ്ഞ രാത്രിയിൽ ഈ ആപത്തിൽ തന്നെ വിടുവിക്കുന്നുള്ള ഒരു സന്ദേശം കൈമാറി എന്നുള്ള വസ്തുത അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം ദൈവവചനം കേൾക്കുന്ന പ്രിയ ദൈവവേദന, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഭാരത്തിലൂടെ, പ്രയാസത്തിലൂടെ സ്തോത്രം നീ കടന്നു പോകുന്നെങ്കിൽ കാരണം ദൈവത്തെ സമർപ്പിക്കാം. വിടുവിപ്പാൻ ദൈവം തൻ്റെ ദൂതനെ അയക്കട്ടെ. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. കാലം വചനം കേൾക്കുന്ന നിന്റെ ജനങ്ങളുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ ദൂതനെ അയച്ച് നിന്റെ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യണം. ഞങ്ങൾ കർത്താവ് വിശ്വസിക്കുന്നു. മഹത്വം കർത്താവ് എടുത്താട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.